പടച്ചോനെ എങ്ങനെ വാസിന്റെ കാര്യം ഏകദേശം ശരിയായി തോന്നുന്നുണ്ട്. അല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിദൂരത്തേക്ക് നോക്കിട്ട് നിക്കായിരുന്നു. അല്ല നമ്മുടെ പ്ലാവേ എന്താ എത്ര ചെറുതായിരുന്നു ഇപ്പൊ ഭയങ്കര വലുതായില്ലേ. പിന്നെ നിങ്ങൾ അറിഞ്ഞ വയനാട്ടിൽ പോണ്? എവിടക്ക്? വയനാട്ടിക്ക് ഒരു സിദ്ധനെ കാണാൻ പോവാ. ഏത് സിദ്ധൻ? എന്താ ഒരു ഗുഹാനന്ദ സിദ്ധൻ, അങ്ങനെ എന്തോ ഒരു സിദ്ധൻ. അവിടെ പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരൂ, പൈസക്ക് പൈസ, സന്തോഷത്തിന് സന്തോഷവും എല്ലാം. ഇനി അസുഖം ഉണ്ടെങ്കിൽ അതുവരെ മാറ്റിത്തരും. സിദ്ധനാ? പിന്നെ നിങ്ങളും കൂടി ഒന്ന് പോയിട്ട് വാ. എന്തിനാ ഞാൻ പോണത്? ഞാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ എന്താ ഇവിടെ കുഴപ്പം? നമ്മളെ കുടുംബത്തിൽ യാതൊരു വിഷമമില്ല. അത് മാത്രല്ല എനിക്ക് നല്ല ജോലിയില്ലേ, നല്ല കായ് കിട്ടണില്ലേ, നല്ലൊരു വീടില്ലേ, ജീവിക്കാനും തിരക്കടില്ല. എനിക്ക് നല്ല ഭാര്യ ഉണ്ട്, നല്ല മോനുണ്ട്. പിന്നെ ഇപ്പൊ എന്താണ് നമുക്കൊരു മനപ്രയാസമില്ല. നമ്മളെന്തിനാ പോണത് വെറുതെ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. വാപ്പല്ല, ഉമ്മല്ല, അതൊന്നും അവർക്ക് തരാൻ പറ്റൂല. അതല്ല, അതൊക്കെ എന്റെ മനസ്സിന്റെ വിഷമല്ലേ. പിന്നെ എന്റെ ഓനാണെങ്കിൽ എന്ത് പഠിച്ചാലും തലേ കയറൂല. കണക്കിന് 2 മാർക്ക്. എന്റെ കുട്ടികളെ 2 മാർക്കിന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ വയനാടിന്ന് സിദ്ധനെ കാണാൻ പോകാൻ പറ്റുമോ? അല്ല ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? വയനാട്ടിലെന്ന്. വയനാട്ടില് കായൊക്കെ ഞാൻ തരങ്ങളൊന്ന് പോയി. അതല്ല, ഞാന് വയനാട് എന്നൊക്കെ പറഞ്ഞ 2-3 ദിവസം എടുക്കുവേ അവിടെ ഒക്കെ പോയി വരണെങ്കില്. ഈ 2-3 ദിവസമൊക്കെ അന്നെ കാണാണ്ട് ഞാൻ ഇരിക്കേ എങ്ങനെ പറ്റണത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ഞാൻ കൂടി വരാം. ഒന്നും വേണ്ട. എന്തിനാ വേറെ സിദ്ധന്മാരുടെ അടുത്തേക്ക് ഇഞ്ചു പോണത്? ഒന്നാമത് പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ കോപിക്കും സിദ്ധന്മാര്. അതൊന്നും വേണ്ട, അതൊന്നും നടക്കൂല. അങ്ങനെ വേണ്ട. പോവില്ലാന്നല്ല, ഞാനിപ്പോ തിരിച്ച് പറയുമ്പോ എങ്ങനെയാണ് പോവാണ്ടിരിക്കുക? അവിടെ പോയിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ. എന്താണ്? നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ വിക്ക് വരുന്നുണ്ട്, അതൊന്ന് മാറ്റാൻ പറയണം. എന്റെ വിക്കില് എനിക്ക് വിഷമമുണ്ട് അല്ലേ? അങ്ങനെയല്ല ഇക്ക, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ വാക്കുകൾ പറയാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പോ അത് വിഷമാവൂലേ? പിന്നെ നമ്മുടെ തയ്യക്കടയിൽ തുണിയൊന്നും അധികം വരുന്നില്ല, അതൊക്കെ പറയാലോ. അങ്ങനെയൊന്നുമില്ല, ഞാക്ക് നേരമില്ലാത്ത കാരണം എടുക്കാത്താണ്. എന്നാലും പറയാ. നിങ്ങൾ അത്ര വലിയ ഗമാണെങ്കിൽ പോകണ്ട. അതല്ല രസ കുട്ടിക്ക് അങ്ങനെ പോവാൻ ഇഷ്ടമില്ലാണ്ടല്ലോ. ഞാൻ പോവാ ഇജ്ജ് പറഞ്ഞല്ലേ. മാറ്റാലോ. അതെ, നമ്മുടെ വിക്കിന്റെ കാര്യം പറയാ. വിക്ക് പിന്നെ കുട്ടിയുടെ പരീക്ഷക്ക് 2 മാർക്കിന്റെ കാര്യം പറയാ. എനിക്ക് സമാധാനം ഒക്കെ പറയാ. വിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ മുമ്പിൽ പിടിച്ചേക്കണത്. അല്ല റബ്ബേ, ഇതൊക്കെ ശരിയാക്കി തരണേ. പടച്ചോനോട് ദുആ ചെയ്യാ. ഞാനേ അവിടെ സിദ്ധന്റെ അടുത്ത് പോയിട്ട് അല്ലേ? ഞാൻ പോവാ. എന്റെ അപ്പുറത്തോളം ഞാൻ മണക്കൂലേ. പാസുട്ട കാര്യം എന്തായി നോട്ടെ.